വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം ഉണ്ടാവുന്നതിന് മുമ്പ്, അതായത് ക്രിസ്തു വർഷമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖം നമ്മുടെ കൊടുങ്ങല്ലൂരിനടുത്തായിരുന്നു. എനിക്ക് തെറ്റിയതല്ല കേട്ടോ, ലോകത്തിലെ ഏറ്റവും വലുത് എന്നാണ് ചരിത്രം പറയുന്നത്. മുസിരീസ് തുറമുഖം എന്നായിരുന്നു അത് അറിയപ്പെട്ടെ. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ചർച്ച്, ഇന്ത്യയിലെ ആദ്യത്തെ മോസ്ക്, ആദ്യത്തെ സിനഗോഗ്, ഇതെല്ലാം നമ്മുടെ നാട്ടിലാണ്. ഈ ചരിത്രമൊന്നും അധികം പേർക്കും അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ യാത്ര ഈ ചരിത്രം അന്വേഷിച്ചിട്ടാണ്. ഇതാണ് പണ്ടത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മുസിരീസ്. 2500 വർഷങ്ങൾക്ക് മുമ്പ് മുതലേ അന്നത്തെ പ്രമുഖ വ്യാപാര രാജ്യങ്ങളായിരുന്ന ഗ്രീക്ക്, ഈജിപ്ത് മുതലായ രാജ്യങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങളും ആനക്കൊമ്പും അമൂല്യ രത്നങ്ങളും ഒക്കെ വാങ്ങാനായിട്ട് വന്ന് തുടങ്ങിയിട്ടാണ് പിന്നെ പതുക്കെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര തുറമുഖമായി മാറിയത്. 5-ാം നൂറ്റാണ്ട് വരെ ലോകത്തിലെ പ്രമുഖ തുറമുഖമായിരുന്ന മുസിരീസ് പിന്നെ റോമ കച്ചവടക്കാരൊക്കെ ക്ഷയിച്ചു തുടങ്ങിയതോടെയാണ് പ്രാധാന്യമൊക്കെ നഷ്ടപ്പെട്ടത്. പിന്നെ 14-ാം നൂറ്റാണ്ടിലെ പ്രളയത്തിൽ മുസിരീസ് പൂർണ്ണമായും തകർന്നു പോയി എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഇപ്പോഴത്തെ നോർത്ത് പറവൂര് മുതൽ കൊടുങ്ങല്ലൂർ വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ കച്ചവട സംസ്കാരം തന്നെ അങ്ങനെ നാമാവശേഷമായിപ്പോയി. ഇനി നമ്മൾ പോകുന്നത് പറവൂർ സിനഗോഗിലേക്കാണ്. മുസിരീസിലേക്ക് വ്യാപാരത്തിനായി പണ്ട് വന്ന ജൂതന്മാരിൽ കുറെ പേര് കൊടുങ്ങല്ലൂർ മുതൽ കൊല്ലം വരെയുള്ള പല സ്ഥലങ്ങളിലുമായിട്ട് താമസിച്ചു. അങ്ങനെ ആദ്യത്തെ ജൂതപ്പള്ളി നിർമ്മിച്ചത് 4-ാം നൂറ്റാണ്ടിൽ ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂരിനടുത്താണ്. അതിപ്പോൾ നിലവിലില്ല. പിന്നീട് അവരെ കൊച്ചി മട്ടാഞ്ചേരിയിൽ പുതിയൊരു സിനഗോഗ് പണിതു. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും പഴയ ജൂതപ്പള്ളിയായ ഇവിടെ ഇപ്പോഴും വർഷിപ്പ് നടക്കുന്നുണ്ട്. പള്ളിയുടെ മുകളിൽ കാണുന്ന ആ ഒരു ഘടികാരമില്ല, അത് പണ്ടുകാലത്തെ ആ ഒറിജിനൽ സാധനം തന്നെയാണ്. 14-ാം നൂറ്റാണ്ടിൽ പണിത ഈ സിനഗോഗിനെ പരദേശി സിനഗോഗ് എന്നും അറിയപ്പെടുന്നുണ്ട്. പരദേശി എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വന്ന ആൾക്കാരെന്ന അർത്ഥത്തിൽ. ഇതിനകത്ത് ഫോട്ടോഗ്രാഫി അനുവദനീയം അല്ലാത്തതുകൊണ്ട് ഗൂഗിളിൽ നിന്ന് എടുത്ത കുറച്ച് പടം ആഡ് ചെയ്യാം. നമുക്കിനി പറവൂർ സിനഗോഗിലേക്ക് തന്നെ തിരിച്ചു പോവാം. അവിടെ വീഡിയോഗ്രാഫി അനുവദനീയമാണ്. അതുപോലെ ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും വലിപ്പമുള്ള സിനഗോഗും ഇതാണ്. കച്ചവടത്തിനും മറ്റുമായിട്ട് പറവൂർ ഏരിയയിൽ താമസാക്കിയ ഒരു 300ഓളം കുടുംബങ്ങൾക്ക് വേണ്ടി 1615 ഈ സിനഗോഗിന്റെ നിർമ്മാണം. പിന്നീട് 1948 ഇസ്രായേൽ രാജ്യം രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജൂതന്മാരെല്ലാം തങ്ങളുടെ വാഗ്ദത്ത ദേശത്തേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു 1970 ആയപ്പോഴത്തേക്കും അവിടുത്തെ വർഷിപ്പ് നിന്നു. കാരണം പ്രായപൂർത്തിയായ 10 പുരുഷന്മാരെങ്കിലും ഇല്ലാതെ സിനഗോഗിൽ വർഷിപ്പ് നടത്താൻ പാടില്ല എന്നാണ്. ഇതാണ് സിനഗോഗിന്റെ ഉൾവശം. ഈ നടുഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ചെറിയ സ്റ്റേജ് പോലെയുള്ളതിനെ ബേമ അല്ലെങ്കിൽ തേവ എന്നാണ് പറയുന്നത്. ഇവിടെ നിന്നാണ് ജൂതന്മാരുടെ വിശുദ്ധ ഗ്രന്ഥമായ തോറ വായിക്കുന്നത്. ഇത് കോപ്പിയാണ്. ഇതിന്റെ ഒറിജിനൽ അവര് വർഷിപ്പ് നിർത്തി പോയപ്പോൾ ഇസ്രായേലിലേക്ക് തന്നെ കൊണ്ടുപോയി. ആ പുറകില് ബാൽക്കണി പോലെ കാണുന്നത് സെക്കൻഡ് ബേമയാണ്. ശബത്ത് ദിവസം അവിടെ നിന്നിട്ടാണ് തോറ വായിക്കുന്നത്. അതുപോലെ സ്ത്രീകൾക്ക് സിനഗോഗിന്റെ പ്രധാന ഭാഗത്തേക്ക് വരാൻ അനുവാദം ഇല്ലാതിരുന്നുകൊണ്ട് വർഷിപ്പ് സമയത്ത് അവർ സെക്കൻഡ് തേവയിൽ അവിടെയാണ് നിൽക്കുന്നത്. പിന്നെ ഈ തേവയുടെ പുറകിൽ ചുമരിലായിട്ട് കാണുന്നതാണ് ആർക്ക്. ഇവിടെയാണ് വിശുദ്ധ ഗ്രന്ഥമായ തോറ സൂക്ഷിക്കുന്നത്. ഈ ലോകത്തുള്ള എല്ലാ സിനഗോഗിന്റെയും ആർക്ക് ജെറുസലേമിലേക്ക് അഭിമുഖമായിട്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഈ സിനഗോഗുകളുടെ പ്രധാന പ്രത്യേകത. സിനഗോഗിന്റെ നിർമ്മാണ സമയത്ത് തന്നെ അത് ജെറുസലേമിലേക്ക് അഭിമുഖമായിട്ടായിരിക്കണം എന്നാണ് നിർബന്ധം. ഒറിജിനൽ തോറ ഇവിടെ ഇല്ല. അവർ ഇസ്രായേലിലേക്ക് പോയപ്പോൾ അത് കൊണ്ടുപോയി. സ്ത്രീകൾക്ക് സിനഗോഗിൽ പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞല്ലോ. അവര് ഈ ബാൽക്കണി പോലെയുള്ള ഈ സെക്കൻഡ് തേവയിൽ ഇരുന്നിട്ടായിരുന്നു വർഷിപ്പിന്റെ സമയത്ത് ശ്രദ്ധിച്ചിരുന്നത്. അതുപോലെ അവർക്ക് ഇങ്ങോട്ട് എൻട്രൻസും ഈ സിനഗോഗിന്റെ അകത്തുകൂടെ ഇല്ല, പുറത്തുകൂടെ ഒരു വേറെ വഴിയുണ്ടായിരുന്നു. അതുപോലെ ശബത്ത് ദിവസം അവർക്കുകൂടി കേൾക്കാവുന്ന ഉദ്ദേശത്തില് തോറ പാരായണം ചെയ്യുന്നത് ഈ സെക്കൻഡ് തേവയിൽ വെച്ചിട്ടായിരുന്നു. അതിന് പുറകിൽ കാണുന്ന ഈ സ്ഥലം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏരിയ ആണ്.
പിന്നെ ഈ സിനഗോഗ് നിർമ്മിച്ചത് ജൂതന്മാരുടെ ഡിസൈനിനൊപ്പം കേരള വാസ്തുശാസ്ത്രം കൂടി നോക്കിയിട്ടാണ് പണിതിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ചർച്ചിലേക്കാണ്. സെന്റ് തോമസ് ചർച്ച്, പാലയൂർ. നമ്മുടെ ഗുരുവായൂരിന്റെ അടുത്താണ് ഈ സ്ഥലം. നമ്മൾ ആദ്യം കണ്ട മുസിരീസ് തുറമുഖം ലോകത്തിലെ പ്രധാന തുറമുഖം ആയതുകൊണ്ട് തന്നെ യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ തോമസിന് ഇന്ത്യയിലെ മറ്റ് എവിടെയും വരുന്നതിനേക്കാൾ എളുപ്പം കേരളത്തിൽ വരുന്നതായിരുന്നു. അങ്ങനെ AD 52 തോമസ് സ്ഥാപിച്ചാണ് ഈ കുരിശ് എന്ന് പറയുന്നു. പിന്നെ ചിലപ്പോൾ ഡെക്കറേഷനൊക്കെ വരുത്തി മാറ്റിയതായിരിക്കും. അങ്ങനെ ഇവിടെയുള്ള ഒരുപാട് പേരെ സ്നാനപ്പെടുത്തി ക്രിസ്ത്യാനികളാക്കി പിന്നീട് അവർ നിർമ്മിച്ചതാണ് ഈ പള്ളി. അതുപോലെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്ത് ഇരുന്നിട്ടാണ് യേശുവിൻ്റെ ശിഷ്യനായ തോമസ് ബൈബിൾ പഠിപ്പിച്ചിരുന്നത്. ആ കുരിശും ഈ പഠിപ്പിച്ച സ്ഥലവും കൂടി ചേർത്ത് അന്ന് സ്നാനമേറ്റ വിശ്വാസികൾ എല്ലാവരും കൂടി ചേർന്ന് പണി കഴിപ്പിച്ചതാണ് ഈ പള്ളി എന്നാണ് ചരിത്രം. അന്നത്തെ വിശ്വാസികളെല്ലാം ഹിന്ദുസ് ആയിരുന്നതുകൊണ്ടും ഒരു ചർച്ച് എങ്ങനെയാണ് എന്നൊരു ഐഡിയ ഇല്ലാതിരുന്നുകൊണ്ടും അമ്പലത്തിന്റെ പോലെയായിരുന്നു അന്ന് പള്ളി പണിതുണ്ടായിരുന്നത്. പിന്നീട് പ്രധാന ഭാഗങ്ങൾക്കൊന്നും മാറ്റം വരുത്താതെ തനതായ കേരള ശൈലിയിലുള്ള കെട്ടിടം നിലനിർത്തി ഒരു പള്ളിയുടെ രൂപത്തിലേക്ക് മാറ്റുകയായിരുന്നു. തോമാസ് ലീഹയുടെ ഒരു പ്രതിമയുണ്ട് ഇവിടെ. ഇതല്ലാട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ തോമസിന്റെ പ്രതിമ. ഇതാണ് ബോട്ടുകുളം. പണ്ടത്തെ മുസിരീസിൽ കപ്പലിറങ്ങി അവിടുന്ന് തോമസ് ബോട്ടിൽ വന്നിറങ്ങിയ സ്ഥലമായിരുന്നു ഇത്. കാലക്രമേണ 16-ാം നൂറ്റാണ്ടിലെ സുനാമിക്ക് ശേഷം മറ്റും ഇവിടെ കരയായി മാറിയതാണ്. ഇനി നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മോസ്കിലേക്കാണ്. കൊടുങ്ങല്ലൂരുള്ള ചേരമാൻ പള്ളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ ചരിത്രത്തിൽ കേരളത്തിനുള്ള പ്രാധാന്യം. എല്ലാം തുടങ്ങിയത് ഇവിടുന്ന. ക്രിസ്തുവർഷം 629 ഈ മോസ്ക് സ്ഥാപിച്ചത്. ഇതാണ് പണ്ടത്തെ മോസ്കിന്റെ ചെറിയ രൂപം. പാലയൂർ ചർച്ചിൽ കണ്ടതുപോലെ തന്നെ കേരളീയ ശൈലിയിൽ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രത്തോടൊക്കെ സാമ്യമുള്ള ഈ ബിൽഡിംഗ് പിന്നീട് രൂപമാറ്റം വരുത്തിയിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തിയത്. ഇതിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അവസാന ചേരരാജാവായിരുന്ന ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയ്ക്ക് പോയി. അവിടുന്ന് പെരുമാൾ കൊടുത്തയച്ച കത്തുമായി വന്ന മാലിക് ഇബ്നു ദിനാറാണ് ഈ പള്ളി പണിതത്. ഇതാണ് പള്ളിയുടെ ഉൾവശം. പുറമേ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ടെങ്കിലും അകത്ത് മാറ്റമില്ല എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, നടുവിലൊരു വിളക്ക്. ഇന്ത്യയിലെന്നല്ല ലോകത്ത് തന്നെ വിളക്കുള്ള ഒരേ ഒരു മോസ്കാണിത്. കാരണം മുസ്ലിം വിശ്വാസപ്രകാരം ആരാധനാ സമയത്ത് നിലവിളക്ക് കൊളുത്തുന്നത് നിഷിദ്ധമാണ്. ഈ നിലവിളക്ക് പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമായി ഇവിടെ തന്നെ ഉണ്ടെങ്കിലും ആരാധനയ്ക്ക് വേണ്ടിയല്ല, വെളിച്ചം കിട്ടാനാണ് ഉപയോഗിച്ചിരുന്നത്. ഇലക്ട്രിസിറ്റി ഒക്കെ വരുന്നതിന് മുമ്പ് എല്ലായിടത്തും ഇങ്ങനെ വിളക്ക് വെച്ചായിരുന്നല്ലോ വെളിച്ചം കണ്ടേ. അപ്പോൾ ഈ മുസിരീസ് എന്നത് ഒട്ടും ചെറിയൊരു സംഭവമല്ല എന്ന് പിടികിട്ടിയല്ലോ അല്ലെ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചർച്ചും മോസ്കും സിനഗോഗും ഈ മുസിരീസ് തുറമുഖം നിന്നിരുന്ന കൊടുങ്ങല്ലൂർ വാടാനപ്പള്ളി ഏരിയയിലാണ് എന്നതാണ് മുസിരീസിന് അന്നുണ്ടായിരുന്ന പ്രാധാന്യം എടുത്തു കാണിക്കുന്നത്. ചരിത്രം വിശദീകരിക്കുക എന്നതൊരു 10 മിനിറ്റ് കൊണ്ട് ഒന്നും ആവില്ല എന്നറിയാമെങ്കിലും അത്യാവശ്യം ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ യാത്രാ വീഡിയോകൾ പിക്കോളിൻ വൈബ്സ് എന്ന ചാനലിൽ കാണാം.